ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിന്ന് നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സുഹൃത്ത് അരുൺ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയി, അതായത് ഫോണ് റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് വന്നു. ഷോപ്പിൽ കൊടുത്തിരിക്കുന്ന സമയത്ത് ടെക്നീഷ്യൻ പറയുന്നത് CPU റീബോൾ ചെയ്താലേ ശരിയാവുള്ളൂ, ഏകദേശം 3500 രൂപ വില വരും എന്നാണ് ആ സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നത്. 3500 കൊടുത്ത് ചെയ്യാൻ ആ സുഹൃത്ത് തയ്യാറാണ്. പക്ഷേ അത് ചെയ്താൽ കിടക്കുമോ, അത് എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം അല്ലെങ്കിൽ വർഷങ്ങളോളം അത് കിടക്കുമോ എന്നുള്ള ഡൗട്ടിലാണ് സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തെ, നിങ്ങളോടൊന്നല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, CPU അല്ലെങ്കിൽ Emmc നമ്മുടെ ഫോണിൻ്റെ മെയിനായിട്ടുള്ള 2 ഐസികളാണ്. ആൻഡ്രോയിഡ് ഫോണിനെ സംബന്ധിച്ച് മെയിനായിട്ടുള്ള 2 ഐസികളാണ് CPU ഐസിയും Emmc അല്ലെങ്കിൽ UFS IC, RAM IC. ഇതൊക്കെ ഏറ്റവും മെയിനായിട്ടുള്ള ഐസികളാണ്. ഇതൊക്കെ ഇതിൻ്റെ ബോൾ ട്രൈ ആകുമ്പോൾ ഇതിൻ്റെ IC ഡാമേജ് ആവുന്നത് കൊണ്ടല്ല നമുക്ക് CPU അല്ലെങ്കിൽ Emmc വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ആ ICയിലെ ബോളുകൾ, ആ ഒരു ICയും നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അതിൻ്റെ സോൾഡറിങ് ബോളുകൾ ട്രൈ ആയിട്ട് അതുമായിട്ടുള്ള കോൺടാക്റ്റ്, നമ്മുടെ മദർ ബോർഡും ICയുമായിട്ടുള്ള കോൺടാക്റ്റ് കട്ടാവുന്നത് കൊണ്ടാണ് ഇത്തരം പ്രോബ്ലംസുകൾ. അത് റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഫോണ് ഡെഡ് കണ്ടീഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഫോണിൻ്റെ സ്പീക്കർ സംബന്ധമായ സൗണ്ട് സംബന്ധമായ പ്രശ്നങ്ങൾ വരെ, CPU റിലേറ്റഡ് ആയിട്ട് വരെ, ക്യാമറ സംബന്ധമായ ഇഷ്യൂസുകൾ. അപ്പോൾ ഏത് ഇഷ്യൂസ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു പ്രോബ്ലംസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് CPU റീബോൾ ചെയ്യേണ്ടതായിട്ട് വരും. CPUൻ്റെ ഇഷ്യൂസ് ആണെങ്കിൽ CPU അല്ലെങ്കിൽ Emmc അല്ലെങ്കിൽ റീബോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ റീബോൾ ചെയ്യുന്നതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ സുഹൃത്ത് പറഞ്ഞതുപോലെ, ഏകദേശം 2000 മുതൽ 4000 വരെയൊക്കെ റേറ്റുകൾ വാങ്ങുന്ന പല ഷോപ്പുകളുണ്ട്. ചെറിയ ഏറ്റക്കുറച്ചുകളും ഫോണിൻ്റെ മോഡൽ അനുസരിച്ചും എടുക്കുന്ന റിസ്ക് അനുസരിച്ചും റേറ്റിന് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ ഇത്രയും വില കൊടുത്ത് നമ്മൾ റീബോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ദീർഘകാലം കിടക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നല്ലൊരു ടെക്നീഷ്യൻ, നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ടെക്നീഷ്യനാണ് ചെയ്യുന്നതെങ്കിൽ, നല്ല ടൂൾസും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നതെങ്കിൽ, ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈഫ് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞോളൂ. 100%ഉം അത് റിപ്പീറ്റ് വരില്ല എന്നുള്ളതല്ല, റിപ്പീറ്റ് വരാനുള്ള ചാൻസും ഉണ്ട്. റീബോൾ ചെയ്താൽ കിടക്കില്ല എന്നുള്ളതല്ല, കിടക്കും. പക്ഷേ നമുക്ക് മാസവും വർഷവും എത്ര വർഷം കിടക്കുന്നു, എത്ര വർഷം കിടക്കുമെന്ന് എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ, ബൈ.